രാഷ്ട്രീയ സമദൂര നിലപാടിൽ നിന്ന് NSS പിന്നോട്ട്. ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് NSS ജനറൽ സെക്രട്ടറി രംഗത്തെത്തി. ബഹിഷ്കരണം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്ന് G. സുകുമാരൻ നായർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ട, അവരുടെ ലക്ഷ്യം ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണെന്നും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആഞ്ഞടിച്ചു. നാമജപ ഘോഷയാത്രയിൽ പോലും കോൺഗ്രസും BJPയും പങ്കെടുത്തില്ല. ശബരിമലയ്ക്ക് വേണ്ടി BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്നും സുകുമാരൻ നായർ വിമർശിച്ചു. ആ വാക്കുകളിലേക്ക്. എന്തുകൊണ്ടാണ് സർ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിച്ചത്? കോൺഗ്രസ് ആ വിഷയത്തിൽ ആദ്യം മുതലേ ഒന്നും ഒരു നിലപാടും എടുത്തില്ല. ഇട്ടു പോവായിരുന്നു. കഴിഞ്ഞ സംഭവമില്ലേ ആദ്യത്തെ, ആ സമയത്ത് ആദ്യം കോൺഗ്രസ് വിട്ടു നിൽക്കുകയായിരുന്നു. അത് തന്നെ കാര്യം. ഇപ്പോഴും വിട്ടു നിൽക്കുന്നു, പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുന്നു. കോൺഗ്രസിന്റെ അങ്ങനെ ന്യായീകരിക്കാൻ പോകേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഇതിൽ ആത്മാർത്ഥമായ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് കോൺഗ്രസിനെതിരെ പറയേണ്ടി വന്നത്. അതായത് ഇതൊരു ഇലക്ഷൻ, അവര് പങ്കെടുക്കാത്തത് പോലും ഇലക്ഷൻ സ്റ്റണ്ട് ആണ്. അതെ അതെ. കോൺഗ്രസിന് സാർ വേറൊന്ന് പറഞ്ഞേക്കുന്നത് ന്യൂനപക്ഷ വോട്ടിലാണ് കോൺഗ്രസിന് ലക്ഷ്യം, ഹിന്ദു വോട്ടുകൾ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെയാണോ? അത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ആണോ എന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു. അതേസമയം NSS നിലപാട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NSS തീരുമാനത്തെ SNDP സ്വാഗതം ചെയ്യുന്നു. സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഉൾപ്പെടെ NSSനും SNDPക്കും ഒരേ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ കൂടി. NSSന്റെ നിലപാട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് കൊടുക്കുന്നൊരു പിന്തുണയായിട്ടാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുക. ഓരോ ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ NSS ചിലതിനോട് യോജിക്കും, ചിലതിന് വിയോജിപ്പുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. സന്തോഷകരമായ സമീപനമാണ് സുകുമാരൻ നായർ സ്വീകരിച്ചതെന്നാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. UDFനും BJPക്കുമെതിരെ ഉയർത്തിയത് സൃഷ്ടിപരമായ വിമർശനമെന്നും മന്ത്രി VN വാസവൻ ഇന്ന് പറയുകയുണ്ടായി. എല്ലാ അർത്ഥത്തിലും ഞങ്ങളെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. സ്വാഗതാർഹമാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധം പറഞ്ഞതായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഡീവിയേഷൻ ഉണ്ടായിട്ടോ കാണുന്നില്ല. പൊതുവിൽ സന്ദേശപരമായിട്ടായിരുന്നു അത് ആ വിഷയത്തെ പൊതുവിൽ സമീപിച്ചത്. ശബരിമലയുടെ വികസനം എല്ലാ കാലഘട്ടത്തിലും NSS ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പ് ഈ കാര്യത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ NSSന്റെ വ്യക്തമായ നിലപാടാണ് അവിടെ പങ്കെടുത്ത പ്രതിനിധി വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ അവതരിപ്പിച്ചത്. അതിനാണ് അദ്ദേഹം പറഞ്ഞത്. NSSന്റെയും SNDPയുടെയും പിന്തുണ വലിയ പ്രചോദനമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. വികസനം ലക്ഷ്യമാക്കി തുടർ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നും പ്രശാന്ത് പറഞ്ഞു. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചു. അത് ഞങ്ങൾക്ക് അവർ നൽകുകയും ചെയ്തു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനവും ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം അതുതന്നെയായിരുന്നു. ഇപ്പോഴും ആ പിന്തുണ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവരെല്ലാം കണ്ടതുപോലെ തന്നെ ശബരിമലയുടെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ്, തുടർ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. PR പ്രവീണ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രവീണ, ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ തന്നെ രണ്ട് വിഭാഗക്കാരും പറഞ്ഞു വെക്കുന്നു. SNDPയും NSSും ഇടത്തോട്ട് തന്നെ അടുക്കുന്നു എന്നുള്ളത് പറഞ്ഞു തന്നെ വെക്കുകയാണ്. അതിന് പിന്നാലെ വന്ന VN വാസവന്റെ ആയാലും അപ്പം തന്നെ PS പ്രശാന്തിന്റെ ആയാലും വാക്കുകളുമൊക്കെ അതിനെ അടിവരയിടുന്ന കാര്യം കൂടിയാണ്. ഈ നിലപാടുകൾക്ക് പിന്നിൽ എന്താണ്? ഇതിൽ കോൺഗ്രസിനുണ്ടാകുന്ന രാഷ്ട്രീയപരമായ തിരിച്ചടി എത്രത്തോളം ഉണ്ടാകും? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ CPMന്റെ സഹയാത്രികനായി മാറിയെങ്കിൽ ഇപ്പോൾ NSSും സർക്കാരിനൊപ്പം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇത്രയും നാൾ സമദൂരം, ആ സമദൂരം എന്ന് പറയുമ്പോഴും എല്ലായ്പ്പോഴും കോൺഗ്രസിന് അനുകൂല നിലപാടായിരുന്നു. വേണമെങ്കിൽ ഇതിനോടകം തന്നെ BJP പാളയത്തിൽ NSSനെ എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആകാമായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം NSSനെ മാറ്റി നിർത്തിയത്
ജി സുകുമാരൻ നായരുടെ നിലപാടുകളായിരുന്നു. ആ നിലപാടുകളെല്ലാം തന്നെ കോൺഗ്രസ് അനുകൂലവുമായിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിന് അനുകൂല നിലപാട്, സമദൂരം എന്ന് പറയുമ്പോഴും അനുകൂല നിലപാടാണ് NSS സ്വീകരിച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ വിശ്വാസ സമൂഹത്തോടൊപ്പം, ആ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്നത് LDF സർക്കാരാണെന്ന് പറയുമ്പോൾ സമദൂര സിദ്ധാന്തം കൈവിട്ടിരിക്കുന്നു. ഇനിയുള്ള സമദൂരമാണെങ്കിൽ അത് LDFിനൊപ്പമാണ് എന്ന് NSS പറഞ്ഞു വയ്ക്കുക കൂടിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിനോട് NSSനുള്ള വിമുഖതയാണ്. പ്രത്യേകിച്ച് താക്കോൽ സ്ഥാനങ്ങളിലൊന്നും തന്നെ NSSന് പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ NSSന് വേണ്ടപ്പെട്ടവരോ ആയ ആളുകൾ ഇല്ല എന്നതും വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസിൽ എക്കാലവും NSSനൊപ്പം നിന്നതും NSS എക്കാലവും പിന്തുണച്ചതും രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടെങ്കിൽ കൂടിയും വലിയ പ്രാധാന്യമൊന്നുമില്ല. തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പാക്കുന്നതും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. VD സതീശനാകട്ടെ NSSുമായൊന്നും അത്രയധികം നല്ല ബന്ധം പുലർത്തുന്ന ആളുമല്ല. പല നിലപാടുകളും NSSനെതിരുമാണ്. അപ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ നിലപാട് കേൾക്കുന്ന, അനുകൂലിക്കുന്ന, തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ തലപ്പത്തില്ല എന്നുള്ള ഒരു നിലപാട് NSSനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ നിലപാടിന്റെ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്നതിലൂടെ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് വിരുദ്ധ നിലപാട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, LDF സർക്കാരിന് സ്ത്രീ പ്രവേശനമാകാമായിരുന്നുവെങ്കിൽ ഇതിനോടകം ആകാമായിരുന്നു. അതിനർത്ഥം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന LDFിനൊപ്പം NSS നിലകൊള്ളും എന്നുകൂടിയാണ്. ശരി പ്രവീണ, കാര്യങ്ങൾ വ്യക്തമാണ്.